ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിലെ 6ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദ്. അപ്പോൾ നമുക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള ബോർഡിംഗ് മദ്രസകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസകളിലും അഹ്കാമു തജ്വീദ് എന്ന് പറഞ്ഞ് പുതിയ അപ്ഡേഷനോട് കൂടിയിട്ടുള്ള ബുക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ മദ്രസകളിലും ഗൾഫ് രാജ്യങ്ങളിൽ ഈ വർഷം മുതലും ഈ ബുക്കാണ് നിലവിൽ പഠനം നടക്കുന്നത് 6ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഒന്നാമത്തെ പാഠം ഇഖ്റഉൽ ഖുർആൻ. മദ്രസയിൽ 8ാമത്തെ പാഠഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വല്ലിപ്പ മരണപ്പെട്ട ആണ്ട് ദിവസമാണ്. വീട്ടിൽ കുടുംബക്കാരെല്ലാവരും ഒത്തുകൂടി. ഇശാ നിസ്കാരം കഴിഞ്ഞു മസ്ജിദിൽ നിന്ന് ഉസ്താദുമാർ വന്നു. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഉസ്താദ് ഉത്ബോധനം നടത്തി. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. യാസീനും മൗലിദും ഓതി ദുആ ചെയ്തു. ഭക്ഷണം കഴിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. അപ്പോൾ ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ ഓതുക എന്നാണ് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ പ്രത്യേകം പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. യാസീന്, മുൽക്ക്, വാക്കിയ, സജദ സൂറത്തുകളും ലൗ അൻസൽന മുതൽ സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. ഏതൊക്കെ സൂറത്തുകൾ? യാസീന്, മുൽക്ക്, വാക്കിയ, സജദ. പിന്നെ ലൗ അൻസൽന മുതൽ സൂറത്തുൽ സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. വെള്ളിയാഴ്ച രാവും പകലും അൽക്കൗഫും ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേക സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? അൽക്കൗഫ്. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം വരാം. യാസീന്, മുൽക്ക്, വാക്കിയ, സജദ. സൂറത്തുൽ ഹഷ്റിൻ്റെ ഏത് ഭാഗം മുതലാണ് ഓതേണ്ടത്? ലൗ അൻസൽന മുതൽ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. ആയത്തുൽ കുർസി, ആമനർ റസൂലു, ആയത്തുൽ കുർസി, ആമനർ റസൂലു എന്നിവ എല്ലാ രാത്രിയിലും ഓതണം. അൽ ബഖറയിലെ ഏതാനും ആയത്താണ് ആയത്തുൽ കുർസിയും ആമനർ റസൂലും. ഇത് എല്ലാ രാത്രിയിലും ഓതണം. ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതേണ്ട സൂറത്തുകളും ആയത്തുകളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി, ആമനർ റസൂലു, അൽ കാഫിറൂന എന്നിവ പാരായണം ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ് മനസ്സിലാക്കുക. ആയത്തുൽ കുർസി, ആമൻ റസൂലു, അൽ കാഫിറൂന എന്നിവയും പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ സൂറത്തുകളൊക്കെ ഓതിയതിന് ശേഷം എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തിരുന്നത്? നമുക്ക് ചോദ്യം മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൈയെത്താവുന്ന ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. മനസ്സിലാക്കാം. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നിവ ഓതണം. നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ ഓതേണ്ട സൂറത്തുകളാണ് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. പിന്നെ നബിചര്യയിൽ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ
ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നബിചര്യയിൽ പെട്ടതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും പതിവാക്കുക. അതൊക്കെ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ദഫ്തർ ത്വാലിബ് നോക്കാം. നമുക്കിതിൻ്റെ കൂടെ നോക്കി ഓതാൻ സൂറത്തുൽ മാഇദയിലെ 1 മുതൽ 31 ആയത്ത് വരെ തർത്തീലൻ സാവധാനം തജ്വീദ് നിയമപ്രകാരം ഓതാനാണ്. പിന്നെ ഹിഫ്ലിന് സൂറത്തുൽ മുൽക്കിലെ 1ഉം 2ഉം ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലെ. പിന്നെ അദ്കാറുകൾ, നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച അദ്കാറുകളുണ്ട്. നമ്മൾ 3ലും 4ലും ഒക്കെ പഠിച്ച ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ബാത്റൂമിൽ കയറുമ്പം, പള്ളിയിൽ കയറുമ്പം, വീട്ടിൽ കയറുമ്പം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നിസ്കാരത്തിൻ്റെ ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, മയ്യിത്ത് നിസ്കാരത്തിൻ്റെത്, അതൊക്കെ നമ്മൾ 5ാം ക്ലാസ് പഠിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് ഹിഫ്ലിന് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പാഠഭാഗത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉസ്താദ് പറയും, അതനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ദഫ്തർ ത്വാലിബ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നെസ്സിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ കുറച്ച് സൂറത്തുകളുടെ പേര് തന്നിട്ടുണ്ട്. അതെപ്പോഴൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ മാച്ച് ചെയ്യേണ്ടത്. സൂറത്തുൽ കഹ്ഫ് എപ്പോഴായിരുന്നോ? വെള്ളിയാഴ്ച രാവിലും പകലിലും ഓതൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ നമുക്കവിടെ എഴുതി കൊടുക്കാം. യാസീന് മയ്യിത്തിൻ്റെ അടുത്ത് ഓതൽ, യാസീന് മയ്യിത്തിൻ്റെ അടുത്ത് ഓതൽ സുന്നത്താണ്. മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതൽ സുന്നത്തുണ്ട്. അപ്പോൾ അതാണ് അത് പറഞ്ഞത്, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്തത് ആയത്തുൽ കുർസി ആമന റസൂല്. അപ്പോൾ നമുക്കിവിടെ എല്ലാ രാത്രിയിലും ഓതൽ സുന്നത്ത് ഇവിടെ വന്ന ഓപ്ഷനിലാണ്. അല്ലാതെ നമ്മൾ പാഠഭാഗത്തിൽ കുറേ സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട്, നിസ്കാര ശേഷമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആയത്തുൽ കുർസിയും ആമന റസൂലും വരുന്നത്. നിസ്കാര ശേഷം ആയത്തുൽ കുർസിയേ വരുന്നുള്ളൂ, മനസ്സിലാക്കുക. അടുത്തതാ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി. എപ്പോഴാണ്? രോഗിയെ സന്ദർശിക്കുമ്പോൾ ഓതൽ സുന്നത്താണ്. അപ്പോൾ അതിൻ്റെ എഴുതാം. അടുത്ത സൂറത്തുൽ മുൽക്ക് വാക്കിയ, അത് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ മാച്ച് ചെയ്യാനല്ലെങ്കിലും എക്സാമിന് ചോദ്യമായിട്ട് വരാം. എന്താണ്? എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 2 സൂറത്തുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. സൂറത്തുൽ മുൽക്ക് വാക്കിയ. അതുപോലെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഓതൽ സുന്നത്താണ് എന്ത്? സൂറത്തുൽ കഹ്ഫ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഓതൽ സുന്നത്താണ് എന്ത്? ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി. ആ രീതിയിലും തിരിച്ചും ചോദ്യമായിട്ടും ആൻസർ പറഞ്ഞ് പഠിക്കുക. അടുത്ത നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? അപ്പോൾ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തുക. യാസീന്, മുൽക്ക്, വാക്കിയ, സജദ സൂറത്തുകളും ലൗ അൻസൽന മുതൽ സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്തുണ്ട്. 1ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം, ഫർള് നിസ്കാര ശേഷം പാരായണം ചെയ്യണമോ? ഏതൊക്കെയാണ് ഫർള് നിസ്കാര ശേഷം പാരായണം ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞു, ഫർള് നിസ്കാരത്തിന് ശേഷം ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ഷഹിദല്ലാഹു എന്നിവ ഓതണം. അപ്പോൾ അത് 2ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആക്കിയിട്ട് അത് എഴുതുക, മനസ്സിലാക്കുക. 3 എന്താണ്? ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചിരുന്നു. എന്തായിരുന്നു? ഇവിടുന്ന് എഴുതാ. ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും കയ്യിൽ ഊതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നു. 3ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്തത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ ഓതേണ്ട സൂറത്തുകൾ ഏതെല്ലാം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാച്ച് ചെയ്യുമ്പം അവിടെ തിരിച്ചു വരുന്നു. അപ്പോൾ അതന്നെയാണ് വന്നത്. അപ്പം മനസ്സിലാക്കാം. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നിവ ഓതണം. രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. അപ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഓതേണ്ട സൂറത്തുകളാണ് ചോദിച്ചത്. ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി. പിന്നെ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. അത് മനസ്സിലാക്കി
പഠിക്കുക. രോഗിയെ സന്ദർശിക്കുമ്പോൾ നാം എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എഴുതുക. അപ്പോൾ അവിടെ സൂറത്തുകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫാത്തിഹ, ഇഹ്ലാസ്, മുഅവ്വിദത്തൈനി മനസ്സിലാക്കി എഴുതുക. അടുത്ത എന്താണ്? തഹസീസാണ്. എന്താണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷ്റിൽ നിന്നും ലൗ അൻസൽന ഹാദൽ ഖുർആൻ കണ്ടെത്തി സൂറത്തിൻ്റെ അവസാനം വരെ പാരായണം ചെയ്യുക. അപ്പോൾ അതെല്ലാവരും കണ്ടെത്തുക. സൂറത്തുൽ ഹഷ്ർ നമ്മൾ ഖുർആനിലെ 59-ാമത്തെ സൂറത്ത് 59-ാമത്തെ സൂറത്ത് ജുസ് 28 28-ാമത്തെ ജുസിൽ 59-ാമത്തെ സൂറത്ത് അതിൽ 20-ാമത്തെ ആയത്താണ് ലൗ അൻസൽന ഹാദൽ ഖുർആൻ. അവിടെ നിന്ന് തൊട്ടിട്ട് അവസാനം വരെ 24 ആയത്തുകളാണുള്ളത്. 20, 21, 22, 23, 24 ആയത്തുകളാണുള്ളത്. അപ്പോൾ അതെല്ലാവരും ഖുർആനിൽ നോക്കിയിട്ട് പാരായണം ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ വർക്ക് വന്നത്, മനസ്സിലാക്കുക. അപ്പോൾ തജ്വീദിലെ 1-ാമത്തെ പാഠമായ ഇഖ്റഉൽ ഖുർആൻ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക, പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.